അമേരിക്കയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്ന വിദേശികളെ കാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ നിയമം എത്തിയിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം തങ്ങളുടെ രാജ്യത്ത് താമസിക്കുന്ന ഓരോ വിദേശ പൗരന്മാരുടെയും മേലുള്ള നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വിദേശികൾക്കായുള്ള രജിസ്ട്രേഷൻ, ഫിംഗർ പ്രിന്റിംഗ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് ജൂൺ 29-ന് അന്തിമ നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ എത്തിയാൽ നിങ്ങൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ? ആർക്കൊക്കെയാണ് ഈ നിയമം ബാധകമാകുക? രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ എന്തൊക്കെ ശിക്ഷാ നടപടികളാണ് നേരിടേണ്ടി വരിക? ഇതിനായി സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഓൺലൈൻ ടൂളുകൾ എന്തൊക്കെയാണ്? ഈ വക കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. എന്താണ് ഈ പുതിയ നിയമം? എപ്പോഴാണ് ഇത് നിലവിൽ വന്നത് എന്ന് ആദ്യമേ ഒന്ന് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി 2026 ജൂൺ 29-നാണ് ഈ അന്തിമ നിയമം പ്രസിദ്ധീകരിച്ചത്. നേരത്തെ 2025 മാർച്ചിൽ കൊണ്ടുവന്ന ഒരു ഇടക്കാല ചട്ടത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദേശ പൗരന്മാർ നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. രജിസ്ട്രേഷൻ ആവശ്യകതകൾ നിറവേറ്റുന്ന ഇമിഗ്രേഷൻ ഫോമുകളുടെയും പ്രക്രിയകളുടെയും പട്ടിക പുതുക്കുക തുടങ്ങിയ സാങ്കേതിക മാറ്റങ്ങളും ഈ അന്തിമ നിയമത്തിലൂടെ വരുത്തിയിട്ടുണ്ട്. ഈ നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ 2026 ഓഗസ്റ്റ് 28 വരെ സമയമുണ്ട്. ഈ നിയമപ്രകാരം ആരൊക്കെയാണ് നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് അനുസരിച്ച് ചില പരിമിതമായ ഒഴിവുകൾ ഒഴിച്ചാൽ താഴെ പറയുന്നവർ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യുകയും വിരലടയാളം നൽകുകയും വേണം. ആദ്യത്തേത് 14 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ വിദേശികളും നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. US വിസയ്ക്ക് അപേക്ഷിച്ച സമയത്ത് രജിസ്ട്രേഷനും ഫിംഗർ പ്രിന്റിംഗും പൂർത്തിയാക്കാത്തവർ ഇപ്പോൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. അമേരിക്കയിലെത്തി തുടർച്ചയായി 30 ദിവസത്തിലോ അതിൽ കൂടുതലോ കാലം താമസിക്കുന്നവർ ഉറപ്പായും രജിസ്റ്റർ ചെയ്യണം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ തവണ വരുമ്പോഴും, അതായത് 30 ദിവസത്തിൽ കൂടുതൽ അമേരിക്കയിൽ തങ്ങാൻ എത്തുമ്പോഴും ഈ നിയമം ബാധകമാണ്. അതുകൊണ്ട് ഓരോ യാത്രയിലും നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ആവശ്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് നിയമം പറയുന്നത്? നമുക്ക് നോക്കാം. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അമേരിക്കയിലെത്തി 30 ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അവരുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ നിയമപരമായ രക്ഷിതാക്കളുടെയോ ഉത്തരവാദിത്തമാണ്. കൂടാതെ മുമ്പ് രജിസ്റ്റർ ചെയ്ത ഒരു കുട്ടിക്ക് 14 വയസ്സ് തികയുകയാണെങ്കിൽ 14ാം ജന്മദിനം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ആ കുട്ടി വീണ്ടും രജിസ്ട്രേഷനും ഫിംഗർ പ്രിന്റിങ്ങിനുമായി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കുക? നമുക്ക് നോക്കാം. ഒരുപക്ഷെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ ഇപ്പോൾ ഓർക്കുന്നില്ല. അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഇത് പരിശോധിക്കാൻ സാധിക്കും. ഇതിനായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഒരു പുതിയ പ്രത്യേക ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ പേര് ഏലിയൻ രജിസ്ട്രേഷൻ റിക്വയർമെന്റ് ഡിറ്റർമിനേഷൻ ടൂൾ അഥവാ ARR ഡിറ്റർമിനേഷൻ ടൂൾ എന്നാണ്. ഈ ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എളുപ്പത്തിൽ കണ്ടെത്താനാകും. ഇനി ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദേശികൾക്കായി USCIS ഒരു പുതിയ ഫോം ലഭ്യമാക്കിയിട്ടുണ്ട്. ഫോം G325R അഥവാ ബയോഗ്രാഫിക് ഇൻഫർമേഷൻ രജിസ്ട്രേഷൻ എന്നാണ് ഇതിന്റെ പേര്. ഇതോടൊപ്പം ഒരു ഓൺലൈൻ പ്രക്രിയയും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. ഇതുവഴി വിദേശികൾക്ക് നിയമപരമായി തങ്ങളുടെ ബയോഗ്രാഫിക് വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും. ഒരു വിദേശി വിജയകരമായി രജിസ്ട്രേഷൻ ചെയ്യുകയും വിരലടയാളം നൽകുകയും ചെയ്താൽ DHS അവർക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന്റെ തെളിവ് നൽകും. 18 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ വിദേശികളും ഈ രജിസ്ട്രേഷൻ രേഖ എപ്പോഴും തങ്ങളുടെ കൈവശം സൂക്ഷിക്കേണ്ടത് നിയമപരമായ ബാധ്യതയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ രജിസ്ട്രേഷൻ വഴി എന്തെങ്കിലും ഇമിഗ്രേഷൻ പദവിയോ വിസ ആനുകൂല്യങ്ങളോ ലഭിക്കുമോ എന്ന സംശയം പലർക്കുമുണ്ട്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഈ രജിസ്ട്രേഷൻ എന്നത് ഒരു തരത്തിലുള്ള ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് അല്ല. ഈ രജിസ്ട്രേഷൻ രേഖ ലഭിക്കുന്നത് വഴി നിങ്ങൾക്ക് അമേരിക്കയിൽ പുതിയ ഇമിഗ്രേഷൻ പദവിയോ ജോലിയോ ചെയ്യാനുള്ള അനുമതിയോ അല്ലെങ്കിൽ US നിയമപ്രകാരമുള്ള മറ്റ് അവകാശങ്ങളോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുകയില്ല. ഇത് കേവലം നിയമപരമായ ഒരു രജിസ്ട്രേഷൻ പ്രക്രിയ മാത്രമാണ്. ഈ നിയമം ലംഘിച്ചാൽ, അതായത് രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ എന്തൊക്കെ ശിക്ഷകളാണ് ലഭിക്കുക? നമുക്ക് നോക്കാം. ഈ നിയമം പാലിക്കാതിരുന്നാൽ ഗുരുതരമായ ക്രിമിനൽ, സിവിൽ നടപടികൾ നേരിടേണ്ടി വരും. ഒരു വിദേശി
മനഃപൂർവ്വം രജിസ്റ്റർ ചെയ്യാതിരിക്കുകയോ വിരലടയാളം നൽകാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ അവർക്ക് ശിക്ഷകൾ ലഭിക്കാം. $5000 വരെയുള്ള പിഴ അല്ലെങ്കിൽ 6 മാസം വരെയുള്ള തടവ് ശിക്ഷ, അതുമല്ലെങ്കിൽ പിഴയും തടവ് ശിക്ഷയും ഒരുമിച്ച് ലഭിക്കാം. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ മനഃപൂർവ്വം രജിസ്റ്റർ ചെയ്യാൻ വീഴ്ച വരുത്തിയാലും ഇതേ രീതിയിലുള്ള പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്നതാണ്. അമേരിക്കയിൽ 30 ദിവസത്തിൽ കൂടുതൽ തങ്ങാൻ ഉദ്ദേശിക്കുന്ന വിസ എടുക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാത്ത എല്ലാ വിദേശികളും ഈ പുതിയ ഭേദഗതി അതീവ ഗൗരവത്തോടെ കാണേണ്ടുന്നതാണ്. പിഴയും ജയിൽ ശിക്ഷയും ഒഴിവാക്കാൻ കൃത്യസമയത്ത് തന്നെ ARR ഡിറ്റർമിനേഷൻ ടൂൾ വഴി നിങ്ങളുടെ ആവശ്യകത പരിശോധിച്ച് ഫോം G325R ഉപയോഗിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക.